കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കറുപ്പും വെളുപ്പിൽ ശകലം സിനിമാ വിചാരമായിക്കോട്ടെ. എപ്പം മുതലാ കാണാതായത്? 30-ാം തീയതി രാത്രി. തിയേറ്ററിൽ വന്ന് വളരെ സക്സസ് ആയി പോകാത്ത പല സിനിമകളും OTT-യിലും സാറ്റലൈറ്റിലും ഒക്കെ ഹിറ്റായി പോകുന്ന ഇതുണ്ട്. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഹിറ്റാവുന്ന ചില പടങ്ങളുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു പടമാണ് റൊമാൻസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ഞാൻ ഹരിഹര സുധൻ, എത്തിക്കൽ ഹാക്കർ. ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടേ. തണ്ണീർമത്തൻ ദിനങ്ങളിൽ കൂടെ വന്ന് മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നടനാണ് മാത്യു തോമസ്. മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയും പോലെ ഒരു ടീനേജ് സ്റ്റാറാണ് മാത്യു. നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. ഈ സിനിമയിലും അർജുൻ അശോകനും മാത്യു തോമസും മഹിമ നമ്പ്യാരും കൂടെ ചേർന്ന് കുറെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കുകയാണ്. ആ തേച്ചു എന്ന് പറഞ്ഞു വേണ്ടില്ലേ ആയിഷു? അവളെ അറിയാം. ഇതില് പാട്ടായിട്ട് ഇതൊരു നഷ്ടപ്പെട്ട സഹോദരനെ അന്വേഷിച്ചു പോകുന്ന ഒരു സഹോദരന്റെ കഥയും അതിന്റെ കൂടെ വരുന്ന ചില റൊമാൻസ് തീമുകളുമാണ് ചേർത്തിട്ടാണ് റൊമാൻസ് എന്നുള്ളൊരു പേരിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ മനസ്സിലെന്താവുള്ളത് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ബ്രദറുണ്ട്, ഒരു റൊമാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റൊമാൻസ് എന്ന് നമുക്കത് കേൾക്കാൻ സാധിക്കും. ഇതിൽ ഒരേ ഒരു പാട്ടേ ഉള്ളൂ, ഒരു കരോൾ സോങ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കരോൾ സോങ് ആണ്. ഇത് ഫെബ്രുവരി റിലീസായ പടമാണ്. ഈ മെയ് 1-ാം തീയതി തൊട്ട് OTT-യിലുണ്ട്, സോണി TV-യിലുണ്ട്. കാണാൻ സാധിക്കാത്തവർ, തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്തവർ OTT-യിൽ കാണുക. നന്ദി, നമസ്കാരം.